back to Silent Learning. It's me, Muhammad Shafiq Vika, your chemistry teacher. മക്കളെ എല്ലാവരും നല്ല ഉഷാറായി തന്നെ സൈലത്തോടൊപ്പം നമ്മളുടെ പബ്ലിക് ലൈഫ് പൂരത്തിലൊക്കെ അടിച്ച് പൊളിച്ച് ഓൺ എക്സാമിന് നല്ല എഴുന്നള്ളിപ്പ് നടത്താനായിട്ട് തയ്യാറായിട്ട് നിൽക്കുകയാണ് അല്ലേ? ഓക്കെ, ലോസ് ഓഫ് ഗ്യാസസ് ആൻഡ് മോൾ കൺസെപ്റ്റ് എന്നുള്ള ഈ ചാപ്റ്ററിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കിയാലോ? മക്കളെ, ഈ ക്വസ്റ്റ്യൻസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ചെയ്യുന്നതോട് കൂടിയിട്ട് ഈ ചാപ്റ്ററിലെ എല്ലാ കൺസെപ്റ്റും നിങ്ങൾക്ക് അറിയോ ഇല്ലേ എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഓക്കെ, അഥവാ നിങ്ങൾക്ക് ഏതെങ്കിലും ക്വസ്റ്റ്യൻ കിട്ടിയിട്ടില്ലെങ്കിൽ മക്കൾ എന്ത് ചെയ്യണം എന്നറിയോ? നിങ്ങൾ തീർച്ചയായിട്ടും ആ ക്വസ്റ്റ്യന് സാർ എങ്ങനെയാ ചെയ്തത് നോക്കുക, എന്നിട്ട് നിങ്ങൾ സ്വന്തമായ ഒരു പേപ്പർ എടുത്ത് ചെയ്ത് നോക്കുക. അല്ലാണ്ട് ഇങ്ങനെ കണ്ടിരുന്ന് നിങ്ങൾ കുറച്ച് നേരത്തെ അതെനിക്ക് കിട്ടും അല്ലെങ്കിൽ കിട്ടൂല എന്ന് പറഞ്ഞ് അങ്ങനെ പോവാറില്ല. ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ, എന്താണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് നോക്കാം. എയും ബിയും തന്നിട്ടുണ്ട് നമുക്ക്. എന്താ എയും ബിയും? ഇവിടെ രണ്ട് കണ്ടെയ്നർ തന്നിട്ടുണ്ട്. ഓക്കെ, രണ്ട് വാതക സിലിണ്ടറുകളാണ്. എയിലുള്ള വാതകത്തെ താപനിലയിൽ മാറ്റം വരുത്താതെ ബി എന്ന സിലിണ്ടറിലേക്ക് പൂർണ്ണമായും മാറ്റുന്നു. അതായത് താപനിലയിൽ മാറ്റം വരുത്തുന്നില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ് മക്കളെ? താപനിലയിൽ മാറ്റം വരുത്തുന്നില്ല എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ എന്താണ്? ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ് എന്ന് മനസ്സിലാക്കുക. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ സ്ഥിരമാണ് എന്ന് മനസ്സിലാക്കുക. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് എന്ന് പറയുമ്പോൾ തന്നെ അത് ഏത് നിയമമാണ്? ടെമ്പറേച്ചർ മാത്രമേ കോൺസ്റ്റന്റ് പറഞ്ഞിട്ടുള്ളൂ. അത് ഏത് നിയമമാണ്? ബോയിൽ നിയമമാണ്, ബോയിൽസ് ലോ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ടെമ്പറേച്ചറിൽ മാറ്റം വരുത്താതെ ഇതിലുള്ളത് മൊത്തം, അപ്പോൾ തന്മാത്രകളുടെ എണ്ണവും ടെമ്പറേച്ചറൊക്കെ കോൺസ്റ്റന്റ് ആണ്. ബോയിൽ നിയമമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം ഒരൊറ്റയടിക്ക് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ ആദ്യം വാതക നിയമവുമായി ബന്ധപ്പെട്ട ചോദ്യം വരുമ്പോൾ ആദ്യം ഇത് ഏത് നിയമമാണ് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കണം. ഓക്കെ, അപ്പം ഈ സിലിണ്ടറിലുള്ളത് മൊത്തം ഈ സിലിണ്ടറിലേക്ക് മാറ്റാൻ പറ്റുമല്ലോ. കാരണം എന്താണടാ? കാരണം ഇത് ഗ്യാസ് ആയതുകൊണ്ട് ഗ്യാസ് മോളിക്യൂൾസ് ഏത് കണ്ടെയ്നറിൽ എടുക്കുന്നോ അതിന്റെ വ്യാപ്തം കാണിക്കും. നമ്മൾ പഠിച്ചതാ. വാതകം എ എന്ന സിലിണ്ടറിലേക്ക് ആകുമ്പോഴും ബി എന്ന സിലിണ്ടറിലാകുമ്പോഴുമുള്ള മർദ്ദം താരതമ്യം ചെയ്യുക. അവിടെയാണ് നമ്മളോട് ചോദ്യം വരുന്നത്. എന്താണ് ചോദ്യം? ഒന്നാമത്തെ ചോദ്യം, സിലിണ്ടർ എയിൽ എന്താ മക്കളെ? മർദ്ദം കൂടുതലായിരിക്കുമോ കുറവായിരിക്കുമോ? മക്കളെ മനസ്സിലാക്കണം, എ എന്നുള്ളതിൽ വ്യാപ്തം കൂടുതലാണ്, എയിൽ വോളിയം കൂടുതലാണ്, അതുകൊണ്ട് മർദ്ദം കുറവായിരിക്കും അല്ലേ? നമ്മൾ അത് ബോയിൽ നിയമം. മർദ്ദം കൂടുമ്പോൾ വ്യാപ്തം കുറയും, മർദ്ദം കുറയുമ്പോൾ വ്യാപ്തം കൂടും. ഓക്കെ, പ്രഷർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം. അപ്പൊ എയിലെ കാര്യം തീരുമാനമായി. ഇനി ബിയിലേക്ക് പോകുമ്പോൾ എന്താ ചെയ്തത്? എ ബിയിലേക്ക് കൺവേർട്ട് ചെയ്തപ്പോൾ എന്താ മനസ്സിലായത്? ചെറുതായി, അഥവാ വ്യാപ്തം കുറഞ്ഞു. വ്യാപ്തം കുറയുമ്പോൾ മർദ്ദം എന്ത് ചെയ്യും? കൂടും. താരതമ്യം കഴിഞ്ഞു, സെറ്റ്, മാർക്കായി. ഇതിങ്ങനെ ആരോ മാർക്ക് ഇട്ട് എഴുതി വെക്കരുത്. എന്ത് ചെയ്യണം? ഓക്കെ, വോളിയം എന്താണ്? ഹൈ ഇൻ എയിൽ എങ്ങനെയുള്ളത്? വോളിയം ഈസ് ഹൈ, വോളിയം കൂടുതലാണ്. സോ പ്രഷർ ഈസ് ലോ, പ്രഷർ എന്തായിരിക്കും? കുറവായിരിക്കും. ഓക്കെ, എയിൽ വ്യാപ്തം കൂടുതലാണ്, മർദ്ദം കുറവായിരിക്കും. ഇൻ ബി വോളിയം ഈസ് ലോ, വോളിയം കുറവാണ്, അതുകൊണ്ട് പ്രഷർ ഈസ് ഹൈ, പ്രഷർ എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി എന്താ രണ്ടാമത്തെ ചോദ്യം? ഇതുമായി ബന്ധപ്പെട്ട വാതക നിയമം ഏത് വാതക നിയമമാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു? ഏതാണടാ? ബോയിൽസ് നിയമമാണ്. ഇനി അടുത്തത് എന്താ? 2 ATM മർദ്ദത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന. അപ്പോ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്തു നോക്കാം മക്കളെ. നോക്കണേ. ഇവിടെ ശ്രദ്ധിച്ചോ. ഓക്കെ, ഇവിടെ ശ്രദ്ധിച്ചോ. അതായത് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്നാ സി ക്വസ്റ്റ്യൻ ആണ്. മർദ്ദം തന്നിട്ടുണ്ട് 2 ATM മർദ്ദം. ഓക്കെ, സൂക്ഷിച്ചിരിക്കുന്ന 10 ലിറ്റർ. അപ്പോ എന്താണ്? V1 തന്നിട്ടുണ്ട് 10 ലിറ്റർ ആണ്. അതിനെ 20 ലിറ്റർ വ്യാപ്തത്തിലേക്ക് നമ്മൾ മാറ്റുകയാണ്. അപ്പൊ മർദ്ദം എത്ര എന്നാ ചോദിച്ചത്. അപ്പൊ ഒന്നാമത്തെ മർദ്ദവും വ്യാപ്തവും തന്നു. ഓക്കെ, രണ്ടാമത്തെ മർദ്ദം എത്ര നമുക്ക് തന്നിട്ടില്ല. പക്ഷെ രണ്ടാമത്തെ വ്യാപ്തം നമ്മളോട് പറഞ്ഞു 20 ലിറ്റർ ആണ്. മക്കളെ, സിമ്പിളായി ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. നമുക്കറിയാം ബോയിൽ നിയമം അനുസരിച്ച് P1 V1 സമം P2 V2 എന്ന് എഴുതാൻ പറ്റും. അഥവാ പിയും വിയും ഗുണിച്ചാൽ കിട്ടുന്ന സംഖ്യ എപ്പോഴും സെയിം ആയിരിക്കും. PV = സ്ഥിര സംഖ്യ അല്ലേ? അങ്ങനെയാണെങ്കിൽ P1 ഉം V1 ഉം 2 ഗുണിക്കണം 10 സമം ഓക്കെ P2 ഗുണിക്കണം 20 എന്ന് എഴുതിക്കൂടെ മക്കളെ? അങ്ങനെയാണെങ്കിൽ മക്കളെ ശ്രദ്ധിച്ചിരുന്ന കേട്ടോ. ഓക്കെ, 2 10 20 ആണ്. അങ്ങനെയാണെങ്കിൽ P2 × 20. ഇവിടെ നിന്നും നമുക്ക് മാത്സ് അറിയാവുന്നവന് കെമിസ്ട്രി അറിയാലൊക്കെ കഴിഞ്ഞു. മാത്സ് അറിയാവുന്നവന് ഇതിന്റെ ഉത്തരം കിട്ടും. എന്താണ്? ഇവിടെ നമുക്ക് കിട്ടും P2 = 20/20 സമം 1 ATM എന്ന് ആൻസർ കിട്ടും. 1 ATM എന്ന് ആൻസർ കിട്ടും മക്കളെ. ഇനി ഇങ്ങനെയൊന്നും ചിന്തിക്കാതെ ഒരാൾ നല്ല കെമിസ്ട്രി അറിയുന്ന ഒരാൾക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും. എന്താണ് ബോയിൽ നിയമം പറയുന്നത്? ബോയിൽസ് ലോ എന്താ പറയുന്നത്? അതായത് മർദ്ദം കൂടുമ്പോൾ വ്യാപ്തം കുറയും, അല്ലെങ്കിൽ മർദ്ദം കുറയുമ്പോൾ വ്യാപ്തം കൂടും. പ്രഷറും വോളിയം ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാ. അപ്പൊ P1 2 V1 10
V1നെ V2 10 ഉള്ളത് 20 ആക്കി. അപ്പോൾ 10ന് 20 ആക്കാൻ എന്തുകൊണ്ടാണ് ഗുണിച്ചത്? 2 കൊണ്ട് ഗുണിച്ചു. വ്യാപ്തം അല്ലെങ്കിൽ വോളിയത്തിന് എന്ത് സംഭവിക്കുന്നോ അതിന് നേരെ ഓപ്പോസിറ്റ് മർദ്ദം അല്ലെങ്കിൽ പ്രഷറിന് സംഭവിക്കണം. അതാണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. അപ്പം വ്യാപ്തം എന്തുകൊണ്ട് ഗുണിച്ചു? 2 കൊണ്ട് ഗുണിച്ചു. അതിന്റെ ഓപ്പോസിറ്റ് മർദ്ദത്തിന് സംഭവിക്കുക. അപ്പോൾ മർദ്ദത്തിനെ 2 കൊണ്ട് ഹരിക്കുക, ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 2 ഉള്ളത് എന്താവും? 1 ആകും. അല്ലെങ്കിൽ ഇങ്ങനെ ആലോചിച്ചോക്ക്, 10 അതിന്റെ ഇരട്ടിയായി, അപ്പോൾ 2 അതിന്റെ പകുതി ആവണം. അതാണല്ലോ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. അപ്പോൾ 2 1 ആയി മാറും. ഓക്കെ, എന്തായാലും ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ, അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. ഇതിലൂടെ ഞാൻ ഒരുപാട് കൺസെപ്റ്റ് നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? കുറച്ച് the data obtained from an experiment which proves that the relation between volume and temperature of fixed mass of gas given in the table. Pressure constant ആണെന്ന് പറയുന്നുണ്ട്. പ്രഷർ കോൺസ്റ്റന്റ് ആണ് അവിടെ പ്രത്യേകം പറയുന്നുണ്ട്. ആ പ്രഷർ കോൺസ്റ്റന്റ് ആയി കഴിഞ്ഞാൽ ചാൾസ് നിയമമാണ്, അല്ലേ? ചാൾസ് നിയമമാണ്. അപ്പോൾ ഇത് ഏത് നിയമമാണ്? ഇവിടെ ചോദിച്ചിട്ടുണ്ടാവും ഏത് ലോ ആണെന്ന്. ഇവിടെ എന്തായാലും ചോദ്യം ഉണ്ടാവും, അങ്ങനെ ഒരു ചോദ്യം പ്രതീക്ഷിക്കണം നമ്മൾ. അപ്പോൾ ഇത് ചാൾസ് നിയമമാണെന്ന് മനസ്സിലായല്ലോ. എങ്ങനെ ചാൾസ് നിയമമാണ് സാറിന് മനസ്സിലായേ? ഒന്ന് 2 കാര്യം നോക്കിയാൽ മനസ്സിലാവിട. ഒന്ന്, വോളിയവും ടെമ്പറേച്ചറും കണ്ടാൽ തന്നെ ചാൾസ് നിയമമാണ്. കാരണം വ്യാപ്തവും താപനിലയും തമ്മിലുള്ള ബന്ധം പറയുന്നത് ചാൾസ് ലോ ആണ്, ചാൾസ് നിയമമാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അവർ തമ്മിലുള്ള നിയമം എന്താണെന്നുള്ളത് നമുക്കൊന്ന് എഴുതി വെക്കാം. V പ്രപ്പോർഷണൽ ടു T എന്നല്ലേ നിയമമുള്ളത്. അതേപോലെ തന്നെ V/T സമം കോൺസ്റ്റന്റ് അല്ലെങ്കിൽ സ്ഥിരസംഖ്യ എന്നല്ലേ നിയമമുള്ളത്. അതായത് V എന്ത് സംഭവിക്കുന്നു അത് തന്നെ Tക്കും സംഭവിക്കണം. നേരനുപാതികമാണ്, ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ്. അങ്ങനെയാണെങ്കിൽ മക്കളെ പറയടാ, 500 ലിറ്റർ ആയപ്പോൾ 100 കെൽവിനാണ് ടെമ്പറേച്ചർ. അങ്ങനെയാണെങ്കിൽ 1000 ലിറ്റർ ആകുമ്പോൾ എന്താ? അപ്പം മക്കളെ വേഗം ചിന്തിച്ച് നോക്കി, ഇതിന് കണക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. 500 ആയപ്പോൾ 100, അങ്ങനെയാണെങ്കിൽ 1000 ആകുമ്പോൾ എന്താണെന്നാ ചോദിച്ചത്. സിമ്പിൾ അല്ലേ? അതായത് V എന്ന് പറയുന്നത് 500 ഉള്ളത് 1000 ആവാൻ വേണ്ടിയിട്ട് ഇരട്ടിയായി. അപ്പം 500നെ 2 കൊണ്ട് ഗുണിച്ചാലല്ലേ? അപ്പൊ അതേപോലെ തന്നെ എന്ത് ചെയ്യുക? 100നെയും 2 കൊണ്ട് ഗുണിക്കുക. 100നെ 2 കൊണ്ട് ഗുണിച്ചാൽ എന്താ കിട്ടുക? 200 എന്ന് ആൻസർ ചെയ്യും. ഓക്കെ, റെഡി? നേരത്തെ മർദ്ദത്തിന്റെ കാര്യത്തിൽ നേരെ ഓപ്പോസിറ്റ് ഇനി സംഭവിക്കല്. ഇവിടെ താപനില ടെമ്പറേച്ചറിന്റെ കാര്യത്തിൽ നേർ അനുപാതികമാണ്, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അതുകൊണ്ട് എന്താണ്, നമുക്ക് നേർ അനുപാതികമായതുകൊണ്ട് എന്താണോ വ്യാപ്തത്തിന് സംഭവിക്കുന്നത് അതന്നെ താപനിലയ്ക്കും സംഭവിക്കണം. ഓക്കെ, നോക്കാം നമുക്ക് അടുത്തത്. ഇവിടെ അടുത്തത് Y തന്നിട്ടില്ല, അതായത് വോളിയം തന്നിട്ടില്ല. ഓക്കെ, 100 ഉള്ളവൻ നോക്ക് മക്കളെ, നോക്ക് 100 ഉള്ളവൻ 300 ആയി താപനില. 100നെ 300 ആക്കാൻ വേണ്ടി എന്തുകൊണ്ടാണ് ഗുണിക്കേണ്ടത്? ഇൻറ്റു 3 കൊണ്ട് ഗുണിക്കണം, അല്ലേ? 3 കൊണ്ട് ഗുണിക്കണം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ നേരെയുള്ള വ്യാപ്തം കിട്ടാൻ എന്ത് ചെയ്താൽ മതി? അതിനെ 500ന് എന്തുകൊണ്ട് ഗുണിക്കുക? 3 കൊണ്ട് ഗുണിക്കുക. 1500 എന്ന് കിട്ടും. 1500 ആൻസർ കിട്ടും. ഓക്കെ, സിമ്പിളായി ചിന്തിച്ചാൽ മതി. 500 ഇരട്ടിയായപ്പോൾ 100 ഇരട്ടിയാക്കുക. 100 ഉള്ളത് 300 ആവുക, 3 ഇരട്ടിയാവുക. അപ്പം 500ന് 3 ഇരട്ടി 1500. സെറ്റ്, റെഡി? കണ്ടോ, ഇതാണ് എന്ത് ചാൾസ് നിയമം യൂസ് ചെയ്തിട്ടുള്ള ടേബിൾ ക്വസ്റ്റ്യൻ. എക്സും വൈയും ഒക്കെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ വോളിയം ആൻഡ് ടെമ്പറേച്ചർ ഓഫ് എ ഗ്യാസ്? വോളിയവും ടെമ്പറേച്ചറും തമ്മിലുള്ള വാതകത്തിന്റെ റിലേഷൻ എന്താ, ബന്ധം എന്താ? എന്താ പറയാ? വ്യാപ്തം താപനിലക്ക് നേർ അനുപാതത്തിലാണ്. വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. ഉത്തരമായി. റെഡി? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? അടുത്ത ക്വസ്റ്റ്യൻ ഓക്കെ, എന്താണടാ ഇതിന്റെ മലയാളം ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ തന്നിട്ടുണ്ട് മലയാളം ക്വസ്റ്റ്യൻ ആണ്. ഇനി മക്കളെ നോക്കണേ. 1 GMM ഓഫ് എ സബ്സ്റ്റൻസ് കണ്ടെയ്ൻ ഡാഷ് നമ്പർ ഓഫ് മോളിക്യൂൾ. നമ്മൾ പഠിച്ചതാണ്. 1 GMM എന്ന് പറയുന്നത് എന്തായിരുന്നു മക്കളെ? യെസ്, മക്കൾ പഠിച്ചതാണടാ. 1 GMM എന്ന് പറഞ്ഞാൽ അതെന്താണ്? മാസ് ഓഫ് 1 മോൾ മോളിക്യൂൾ ആണ്. 1 മോൾ മോളിക്യൂളിന്റെ മാസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? 1 GMM എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 1 മോൾ എന്ന് പറഞ്ഞാൽ അതിൽ എത്ര എണ്ണ ഉണ്ടാവുക? 6.022 ഇൻറ്റു 10⁻23 പാർട്ടിക്കിൾസ് ആണ് ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ 1 GMM എന്ന് പറയുന്നതും എത്ര തന്നെയാണ്? ഇത്രയും പാർട്ടിക്കിൾസ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ എഴുതും എന്താണ്? 6.022 ഇൻറ്റു 10⁻23 അഥവാ അവഗേഡ്രോ നമ്പർ എണ്ണം ഉണ്ട് എന്ന് എഴുതണം. ഓക്കെ, റെഡി ആണല്ലോ? അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. വോളിയം ഓഫ് 1 മോൾ ഓഫ് എനി ഗ്യാസ് അറ്റ് STP ഈസ് 22.4. ഉത്തരം നമുക്ക് ഇങ്ങോട്ട് പറഞ്ഞു, നമ്മളോട് ചോദിക്കേണ്ട ശരിക്കും എക്സാമിന് ഉണ്ടാവും. മോളാർ വോളിയം എത്രയാണെന്ന് എക്സാമിന് ഉണ്ടാവും. മോളാർ വോളിയം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 22.4 ആണ്, 22.4 ആണ്. അത് എക്സാമിന് വരുമ്പോൾ. ഓക്കെ, അപ്പോൾ 1 മോൾ
STPയിലെ ഏത് ഗ്യാസും ഒരു മോള് 22.4 22.4 ലിറ്റർ ഉണ്ടാവും. നമ്മൾ പഠിച്ച കാര്യമാണ്. ഓക്കെ, വാട്ട് വിൽ ബി ദ വോളിയം ഓഫ് 34 gram NH3 അറ്റ് STP? ഹിന്റ് തന്നിട്ടുണ്ട്. NH3യുടെ മോളിക്കുലാർ മാസ് 17, GMM എത്രയാ? 17 gram ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, മക്കളെ STPയിൽ 22.4 ആണ് ഒരു മോൾ എന്ന് മലയാളത്തിൽ പറഞ്ഞിട്ടുണ്ട്. 34 gram എത്രയാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. മക്കളെ നോക്കണേ, വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ആദ്യം എന്ത് കാണണമെങ്കിലും മോൾ എത്ര എന്നറിയണം, എത്ര മോളാണെന്ന് അറിയണം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്? 34 gram NH3 എന്ന് പറയുന്നത് എത്ര മോളാ കണ്ടുപിടിക്കാൻ പോവാണ്. നമുക്ക് തന്നത് മാസാണ്, 34 gram എന്നുള്ളത് മാസാണ്. മാസ് തന്നാൽ എങ്ങനെയാ നമ്പർ ഓഫ് മോൾ കണ്ടുപിടിക്കുക? ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ്. അപ്പോൾ മോളിക്കുലാർ മാസ് ഇവിടെ ഓളി തന്നിട്ടുണ്ടല്ലോ. ഗിവൺ മാസ് 34 ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ് 17. അപ്പോൾ നമുക്ക് 34/17 2 മോൾ NH3 എന്ന് കിട്ടും. 2 മോൾ NH3. കഴിഞ്ഞില്ല രാമ, ഒന്നുകൂടി ഉണ്ട് ബാക്കി. ഉത്തരമായിട്ടില്ലല്ലോ. 2 മോൾ. നമ്മളോട് മോളല്ല ചോദിച്ചത്, വ്യാപ്തം എത്ര, വോളിയം എത്ര എന്നാണ് ചോദിച്ചത്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം 1 മോൾ എന്ന് പറഞ്ഞാൽ എത്രയാണ് വോളിയം? 22.4 ലിറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ 2 മോൾ എന്ന് പറയുമ്പോൾ എത്ര വോളിയം? 22.4 ഇൻറ്റു 22.4 ഇൻറ്റു 2 ചെയ്യുക. അപ്പോൾ 44.8 ലിറ്റർ എന്ന് ആൻസർ കിട്ടും. കണ്ടോ, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, വെറുതെ 2 മാർക്ക് പോക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഓക്കെ, ഇനി എന്താണെടാ ബോക്സ് നിന്ന് സെലക്ട് ചെയ്യാൻ? ബോയിൽസ് ലോ, ചാൾസ് ലോ, അവഗാഡ്രോസ് ലോ. എന്താണ്? ആൻ ഇൻഫ്ലേറ്റഡ് ബലൂൺ കെപ്റ്റ് സൺലൈറ്റ് ബേഴ്സ്റ്റ് ആഫ്റ്റർ സം ടൈം. ഓക്കെ, വായു നിറച്ച ബലൂണ് വെയിലത്ത് വെച്ചാൽ സമയത്തിനകം പൊട്ടുന്നു. എന്താ കാരണം? വെയിലത്ത് വെക്കുമ്പോൾ ടെമ്പറേച്ചർ കൂടുന്നു, താപനില കൂടുന്നു, വ്യാപ്തം കൂടുന്നു, അഥവാ വോളിയം കൂടുന്നു, ടപ്പേ പൊട്ടുന്നു. ഓക്കെ, അപ്പോൾ എന്ത് ലോയാണ്? ചാൾസ് ലോയാണ്. ചാൾസ് ലോയാണ്. ചാൾസ് നിയമം അല്ലേ? ചാൾസ് നിയമമാണ്. ചാൾസ്. അടുത്ത എന്താ? ഒരു അക്വേറിയത്തിന്റെ ചുവട്ടിൽ നിന്ന് ഉയരുന്ന വായു കുമിളയുടെ വലിപ്പം മുകളിലേക്ക് എത്തും തോറും കൂടിക്കൂടി വരുന്നു. ഒരു അക്വേറിയം എടുക്കുക. ആ അക്വേറിയത്തിൽ നിറയെ വെള്ളമുണ്ടായിരിക്കണം. ആ വെള്ളത്തിന്റെ അടിയിൽ നിന്നും ഒരു ചെറിയ കുഞ്ഞു ബബിള് മേലേക്ക് എത്തുമ്പോൾ വലിയ ബബിളായി മാറുന്നു. എന്താ കാരണം? അക്വേറിയത്തിന്റെ താഴെ എന്ന് പറയുമ്പോൾ താഴെ പ്രഷർ കൂടുതലാണ്, മുകളിൽ പ്രഷർ കുറവാണ്. അപ്പോൾ പ്രഷർ കൂടുതലാകുമ്പോൾ വോളിയം കുറയും, സൈസ് കുറയും. പ്രഷർ കുറവാകുമ്പോഴോ വോളിയം കൂടും, സൈസ് കൂടും. അപ്പോൾ ഇതാണ് കാരണം. ഏത് നിയമമാണത്? ബോയിൽ നിയമമാണ്. ബോയിൽ നിയമമാണ് അല്ലേ? ബോയിൽ നിയമമാണ്. ഇനി എന്താണ്? ദ മോളിക്കുലാർ മാസ് ഓഫ് മീഥൈൻ. ഇവിടെ കഴിഞ്ഞില്ലേ? ഓക്കെ, ദ മോളിക്കുലാർ മാസ് ഓഫ് മീഥൈൻ. മീഥൈനിന്റെ മോളിക്കുലാർ മാസ് 16 അവർ പറഞ്ഞു തന്നു. ആയിക്കോട്ടെ, മോളിക്കുലാർ മാസ് 16. 1 GMM മീഥൈൻ്റെ മാസ് എത്ര? സിമ്പിൾ പരിപാടിയോടൂ. ഓടാ ഓക്കെ, നോക്കേ, മോളിക്കുലാർ മാസ് 16 ആണെന്ന് പറഞ്ഞ്, എന്നാല് GMM എത്രയാന്ന് ചോദിച്ചാൽ 1 ഗ്രാം ഇട്ട് കൊടുക്കുക, കഴിഞ്ഞ പരിപാടി. 1 GMMന്റെ മാസം എത്ര വെച്ചാൽ മോളിക്കുലാർ മാസിന് ഗ്രാം ഇട്ടാൽ 1 GMM ആയി. ഓക്കെ, അപ്പോൾ ഗ്രാം ഇട്ട് 16 ഗ്രാം ആൻസറായി. ഇനി എന്താണ്? ബി, 160 ഗ്രാം CH4 അടങ്ങിയിരിക്കുന്ന മോൾ തന്മാത്രകളുടെ എണ്ണം എത്ര? എത്ര മോൾ ഉണ്ട് 160 എന്നാണ്. കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് മോൾ മോളിക്യൂൾസ് ഇൻ 160 ഗ്രാം CH4. അപ്പോൾ ബി ചെയ്യാം നമുക്ക്. തന്നത് മാസാണ്, 160 ഗ്രാം തന്നു. മാസ് തന്നിട്ട് മോൾ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ്. വോളിയം തന്നിട്ട് മോൾ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഗിവൺ വോളിയം ഡിവൈഡഡ് ബൈ 22.4. ഓക്കെ, അപ്പം 160 ഗ്രാം നിന്ന് തന്നു. അങ്ങനെയാണ് 160 ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യാം? മോളിക്കുലാർ മാസ് 16. അപ്പം എന്ത് കിട്ടും? 10 മോൾ എന്ന ആൻസർ കിട്ടും. ഓക്കെ, ആൻസറായി. ഓക്കെ, റെഡി. എന്നാൽ അടുത്ത നോക്കണേ. 5 × 6.022 × 10⁻³ CH4 തന്മാത്രകളുടെ മാസ് എത്ര? ആഹാ, അടിപൊളി ക്വസ്റ്റ്യൻ. ഓക്കെ, വാട്ട് ഈസ് ദ മാസ് ഓഫ് 5 × 6.022 × 10⁻³ CH4 മോളിക്യൂൾസ്? മക്കൾസ് കമോൺ നോക്കിക്കോളൂ. എടാ സിമ്പിളാണ്, ആലോചിച്ചാൽ ടഫാണ്, ചെയ്താൽ സിമ്പിളാണ്. നോക്ക് എങ്ങനെയാ അത് ചെയ്യാ. നോക്കൂ ഇവിടെ നോക്ക്. 5 × 6.022 × 10⁻³ എന്ന് പറഞ്ഞാൽ അതെത്രയാണ്? അത് 5 മോളാണ് എന്നുള്ള ബോധം വേണം. കാരണം എന്താ? 1 മോൾ എന്ന് പറഞ്ഞാൽ 6.022 × 10⁻³ ആണ്. അങ്ങനെയാണെങ്കിൽ 5 × 6.022 × 10⁻³ പറഞ്ഞാൽ 5 മോളാണ്. ഓക്കെ, ഇനി മക്കളെ നമുക്ക് 1 മോളിന്റെ മാസ് എന്താ? 1 മോളിന്റെ മാസ് എന്താണ്? ഒരു മോളിക്കുലാർ മാസിനെ ഗ്രാമിലാക്കിയാൽ മതി. അതാ 1 GMM ആണ്. 1 GMMന്റെ മാസ് നമ്മൾ ഓൾറെഡി കണ്ടെത്തി, 16 ഗ്രാം ആണ് അല്ലേ? 16 ഗ്രാം ആണ് 1 മോളിന്റെ മാസ്.
ഓക്കെ, ഇനി എന്താണടാ, അങ്ങനെയാണെങ്കിൽ 5 മോളിന്റെ മാസം എന്താ, 5 മോള് 5 × 16 ചെയ്യുക. അപ്പൊ നമുക്ക് 80 ഗ്രാം എന്ന് കിട്ടും. 80 ഗ്രാം. സിമ്പിളാ പരിപാടി. നോക്കണേ, സാർ എങ്ങനെ ചിന്തിച്ചാ നോക്കിയേ. 5 × 6.022 × 10⁻². അത് 5 മോളാ മനസ്സിലാക്കി. 1 മോള് എന്ന് പറയുമ്പോൾ അതിന്റെ മാസം എന്താ കിട്ടാൻ വേണ്ടി മോളിക്കുലാർ മാസ് നോക്കിയാൽ മതി. മോളിക്കുലാർ മാസിനെ ഗ്രാമിലാക്കിയാൽ 1 മോളിന്റെ മാസമായി, അഥവാ 1 GMM 1 മോളിന്റെ മാസമായി. അങ്ങനെയാണെങ്കിൽ 5 മോൾ ഉണ്ടെങ്കിൽ 5 × ആ 1 മോളിന്റെ മാസം 16, 80 ഗ്രാം. സെറ്റ് അല്ലേ? റെഡി അല്ലേ? സെറ്റ് അല്ലേ? റെഡി അല്ലേ? ഓക്കെ അല്ലേടാ മക്കളെ? അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ്? മോളിക്കുലാർ മാസ് ഓഫ് വാട്ടർ. വാട്ടറിന്റെ മോളിക്കുലാർ മാസ് എത്രയാണ്? 18 ആണ്. വീണ്ടും ക്വസ്റ്റ്യൻ, GMM ഓഫ് വാട്ടർ എത്ര? 18 ഗ്രാം. ഞാൻ തർക്കമില്ലല്ലോ, നേരത്തെ ചെയ്ത കാര്യമാണ്. മോളിക്കുലാർ മാസ് MM തന്നിട്ട് GMM ചോദിച്ചാൽ നമ്മൾ ഗ്രാം ഇട്ട് കൊടുക്കുക. ഓക്കെ, ഹൗ മെനി മോൾസ് ഓഫ് മോളിക്യൂൾസ് ഇൻ 180 ഗ്രാം? ചെയ്ത് നോക്കിയേ. 180 ഗ്രാമിൽ എത്ര വാട്ടർ ഉണ്ട് എന്നാ ചോദിച്ചത്. അപ്പോൾ ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ് എത്ര കിട്ടുക? 10 മോൾ എന്ന് കിട്ടും. ചോദിച്ചത് മോളാണേ, മോൾ ആയതുകൊണ്ട് 10 മോളിൽ നിർത്തുക. എത്ര എണ്ണം വാട്ടർ എന്ന് ചോദിക്കുകയാണെങ്കിലോ 10 × 6.022 × 10⁻23 ചെയ്ത് കൊടുക്കുക. ഇവിടെ എത്ര മോൾ എന്നാ ചോദിച്ചത്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക? 10 മോൾ എന്നുള്ള ആ ഒരു ആൻസറിൽ നിർത്തുക. ഓക്കെ, റെഡി ആണല്ലോ? കുഴപ്പമില്ലല്ലോ മക്കളെ? ലാസ്റ്റ് ഒരൊറ്റ ക്വസ്റ്റ്യനും കൂടി ചെയ്ത് നോക്കാം മക്കളെ. 1 മോൾ ഓഫ് എനി ഗ്യാസ് അറ്റ് STP ഹാസ് വോളിയം 22.4. അവിടെ പറഞ്ഞു തരാണ്, എല്ലാത്തിൻ്റെയും 1 മോളിന്റെ വ്യാപ്തം 22.4 STPയിലാണെങ്കിൽ. ഓക്കെ, ഇനി എന്താണടാ, 112 ലിറ്റർ SO2 എത്ര മോളാണ്? അപ്പോൾ 1 മോൾ 22.4 ആണെങ്കിൽ 112 ലിറ്റർ എത്ര മോളാണ് ചോദിക്കുകയാണ്. എന്ത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആടാ. ക്വസ്റ്റ്യൻ നോക്കണേ, അവിടെ വോളിയം തന്നിട്ടുണ്ട്. എത്രയാണ് നമുക്ക് വോളിയം തന്നത്? 112 ലിറ്റർ. 112 ലിറ്റർ. ഓക്കെ, വോളിയം തന്നിട്ട് നമ്പർ ഓഫ് മോൾ കാണാൻ പറഞ്ഞാൽ ഗിവൺ വോളിയം ഡിവൈഡഡ് ബൈ മോളിക്കുലാർ വോളിയം അഥവാ മോളാർ വോളിയം, അതായത് 22.4. അപ്പോൾ നമുക്ക് കിട്ടും ഇത് 5 മോളാണെന്ന്. നമ്മളോട് മോളല്ലേ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളൂ. എത്ര മോൾ അല്ലേ? ഹൗ മെനി മോൾ. അപ്പോൾ മോളിൽ നിർത്താം അല്ലേ? ഇനി എന്താണോ, ഇത്രയും SO2 അടങ്ങിയിരിക്കുന്ന തന്മാത്രകളുടെ എണ്ണം എത്ര? ഹൗ മെനി മോളിക്യൂൾസ് ആർ പ്രസന്റ് ദിസ് മച്ച് എമൗണ്ട് ഓഫ് SO2. അപ്പോൾ ബി ക്വസ്റ്റ്യൻ, 5 മോളാണെങ്കിൽ അതിൽ എത്ര എണ്ണം ഉണ്ടാവും? 5 × 6.022 × 10⁻23 അല്ലേ? എഴുതാം. ഇനി എന്താ അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് 112 ലിറ്റർ NH3 കേട്ടോ, NH3 ഗ്യാസ് അറ്റ് STP. കാൽക്കുലേറ്റ് ദ മാസ് കാൽക്കുലേറ്റ് ചെയ്യാണ്. ഓക്കെ, എന്തിൻ്റെ? NH3യുടെ മാസ് എത്ര ലിറ്റർ? 112 ലിറ്റർ. മക്കളെ സിമ്പിൾ ചിന്തിക്കടാ. നോക്കൂ ഇവിടെ നോക്കൂ. അതായത് 112 ലിറ്റർ 5 മോളാ നമ്മൾ കണ്ടെത്തിയോ അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ മക്കളെ 1 മോൾ NH3യുടെ മാസ് എത്ര? അതാണ് അതിൻ്റെ മോളിക്കുലാർ മാസ്. അത് ഹിൻഡ് തന്നിട്ടുണ്ട് 17 ആണ് എന്നുള്ളത്. അപ്പോൾ 17 ഗ്രാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ തന്നത് 5 മോളാണ്. നമുക്ക് എങ്ങനെ മനസ്സിലായി? അവർ ചോദിച്ചത് 112 ലിറ്റർ തന്നെയാണ്. 112 ലിറ്റർ ഓൾറെഡി നമ്മൾ കണ്ടെത്തിയാണ് 5 മോൾ ആണ് എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ എന്താണടാ, 5 മോൾ NH3 എന്ന് പറയുമ്പോൾ 5 × 17 ചെയ്യുക. അപ്പോൾ എത്ര കിട്ടുക? 5 × 17 നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ 5 × 17 എത്രയാടോ? 5 × 17 യെസ്, ഐ തിങ്ക് 170. അതായത് ഓക്കെ 85 കിട്ടും. ഓക്കെ, 85 ഗ്രാം. 85 ഗ്രാം എന്ന് കിട്ടും അല്ലേ? സെറ്റ് അല്ലേ? റെഡി? ഓക്കെ, അപ്പോൾ 85 ഗ്രാം എന്ന് കിട്ടും. റെഡി ആണല്ലോ? അപ്പോൾ ഇതാണ് നമ്മളുടെ മോൾ കൺസെപ്റ്റ് എന്നുള്ള ചോദ്യങ്ങൾ. ഈ ചോദ്യങ്ങൾ ഒരു വട്ടം കൂടിയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? ചെയ്തു നോക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഒറ്റയടിക്ക് ഇതിൻ്റെ ഉത്തരം കിട്ടണം എന്നുള്ള വാശി നിങ്ങൾക്ക് ആരും ഉണ്ടാവരുത്. കാരണം ഇത് കെമിസ്ട്രിയാണ്, പ്രത്യേകിച്ച് മോൾ കൺസെപ്റ്റാണ്, അതിനുള്ള ചോദ്യങ്ങളാണ് എന്നുള്ള ബോധം ഉണ്ടാവുക. പ്രയാസമാണ് എന്നല്ല ഞാൻ പറയുന്നത്, ചെയ്തു നോക്കിയിട്ടില്ലെങ്കിൽ കിട്ടില്ല, തീർച്ചയാണ്. ഓക്കെ, കേൾക്കുമ്പോൾ എളുപ്പമായിരിക്കും, കാണുമ്പോൾ സിമ്പിളായിരിക്കും, പക്ഷേ നിങ്ങൾക്ക് സ്വന്തമായി ചെയ്യാൻ കിട്ടില്ല. ആ ഒരു പ്രശ്നം ഉണ്ടായിരിക്കും. അതൊരു അസുഖമല്ല, നിങ്ങൾ ചെയ്തു നോക്കാഞ്ഞിട്ടാണ്. ഒരു പേപ്പർ എടുക്കടാ, ചെയ്ത് പഠിക്കടാ. ഓക്കെ, റെഡി? അങ്ങനെ ആ ചെയ്ത് പഠിക്കുന്നതിൻ്റെ അട്ടി അങ്ങനെ കൂടി വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ തലയിൽ സാധനം ഇങ്ങനെ കൂടി വരും. ഓക്കെ, അപ്പോൾ ഇനിയും ഇതുപോലെ ഉഷാർക്ക് വെടിച്ചില്ലൻ സാധനങ്ങളുമായിട്ട് സാർ വരും. അതുവരേക്കും സൈനിങ് ഓഫ്.